എനിക്ക് ഇതുവരെ സോക്കം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇമോഷൻസ്. ഈ ഷൂട്ടിങ്ങിനിടയിൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? കാരണം സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം വരുന്നൊരു സീനാണ് മിക്കതിലും. അപ്പോൾ എത്രത്തോളം വിനീതേട്ടനെ മേഡ് ഷുവർ ദാറ്റ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മേഡ് ഷുവർ ഞാൻ ഓക്കെ ആണ്. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ മെൻ്റലി ഭയങ്കര ഡ്രെയിനിങ് ആയിരുന്നു, ലൈക്ക് ബിക്കോസ് ഓഫ് ദ ക്യാരക്ടറിനെസ്. പക്ഷേ നല്ലോണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മൂവിയാണ് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്? പ്രിപ്പറേഷൻ മോർ ദാൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി ആണ് പ്രിപ്പയർ ചെയ്തത്. കാരണം അത് നല്ലോണം എടുത്തിട്ടുണ്ട് ചേട്ടാ. കാരണം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റിൽ കൂടെ ആയിരുന്നു. ഏതാ അടിപൊളിയായിരുന്നു. ആളായിരുന്നു ഏറ്റവും മോട്ടിവേഷൻ നമ്മൾ സെറ്റിൽ. നമ്മളിങ്ങനെ തളർന്നൊക്കെ വരുമ്പോൾ കമോണെന്ന് പറഞ്ഞ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഏതാ തോന്നില്ലായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു. സച്ച് എ നാച്ചുറൽ അല്ലേ, അടിപൊളിയായിരുന്നു ഫുൾ എക്സ്പീരിയൻസ്. എന്താ പറയാനുള്ള എന്താ പറയുക, നമ്മളെ റിയാലിറ്റി എന്നുള്ള സാധനം വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നത്. ഇത്രയും വലിയൊരു പ്രൊജക്റ്റാണ്, ഇറ്റ്സ് ഹ്യൂജ് എന്നുള്ള സംഭവം. അത് മിനി ശ്രീനിവാസൻ മൂവി, ജോൺ ടി ജോൺ, ഷാൻ റഹ്മാൻ, ഇറ്റ്സ് എ ഹ്യൂജ് ടീം. അപ്പം സ്റ്റിൽ എന്താ പറയുക, റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഈ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്ത സമയത്ത് എങ്ങനെ കാസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്? ഞാൻ വർഷവിശേഷം മൂവിയിൽ ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു. ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഓഡിഷൻ ക്ലിപ്പ് എന്നോട് ഇങ്ങനെ അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയച്ചത് ഒന്നും എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയാണ് പോടുമ്പോൾ ഞങ്ങളോടെന്ന് ചോദിച്ചു. അപ്പോൾ ആരാണോ പറയുന്നത്? സാധാരണ ജോണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജോണർ ഷിഫ്റ്റ് ആണല്ലോ ഈ മൂവിയിലെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തോന്നുന്നു? മീൻസ് വിനീതേട്ടൻ്റെ ഒരു ഡയറക്ഷനും കാര്യങ്ങളും വെച്ചിട്ട് എങ്ങനെ തോന്നുന്നത്? ഹോൾ ടീം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി